ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിയാസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് ഞാൻ ഒരു നാടൻ പലഹാരമായ സുഖിയനാണ് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 1.5 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. ഈ ചെറുപയർ നമ്മൾ അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം വേണം വേവിച്ചെടുക്കാൻ. ചെറുപയർ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഞാൻ ഒരു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് അങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ 1.5 കപ്പ് ചെറുപയറിന് 1 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടുതൽ വേണ്ട, ഇതൊരു സ്വീറ്റാണ്, അപ്പോൾ നമ്മൾ വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കാം. പയർ ഒരുപാട് അങ്ങ് വെന്ത് പോവരുത്. 2 വിസിൽ മതിയാവും വെന്ത് കിട്ടാൻ. അതിൻ്റെ പ്രഷറും കൂടെ പോകുമ്പോഴേക്കും കറക്റ്റ് പാകത്തിനായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നു കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഈ ശർക്കര മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കട്ടെ. ഈ ശർക്കര ഒന്ന് അരിച്ച് മാറ്റി വെച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു പാൻ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ചിരകിയത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കളറൊന്നും മാറാൻ പാടില്ല. അതിലെ ആ ജലാംശമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ശർക്കര പാനി കുറച്ചും കൂടി ഒന്ന് കുറുകി വരണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി ചേർത്ത് കൊടുക്കാം. പയറിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, പാകത്തിന് വെന്തിട്ടുമുണ്ട്. വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി. ഇതിലിപ്പോൾ അല്പം പോലും വെള്ളവുമില്ല. ഇനി നമുക്ക് ഈ പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പയർ വേവിച്ചെടുക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ കുക്കർ തുറന്ന് വെച്ച് അതിലെ വെള്ളം വറ്റിച്ചെടുക്കണം. എന്നാൽ പയർ നന്നായിട്ട് വെന്തുടഞ്ഞൊന്നും പോകാനും പാടില്ല. ഈ ഒരു പരുവത്തിലായാൽ മതി. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പയർ കൂടുതൽ അങ്ങ് വെന്ത് പോയാലും പിന്നെ അതിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇത് ഇളക്കി കൊടുക്കുന്ന കൂട്ടത്തിൽ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചും കൊടുക്കണം. അല്ലെങ്കിൽ ഇതുപോലൊരു തവി എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാം. അപ്പോൾ കുറച്ച് പയറൊക്കെ നന്നായിട്ട് ഉടഞ്ഞും പോവും, കുറച്ചൊക്കെ ഉടയാതെ ഇരിക്കും. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പയറൊക്കെ ഇങ്ങനെ ഉടച്ചെടുക്കാൻ. അപ്പോൾ ശർക്കരയൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കും. ഇപ്പം ഞാൻ പയറൊക്കെ പാകത്തിന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. ഇത് നമുക്ക് കൈകൊണ്ട് ഉരുളകളാക്കി എടുക്കാൻ സാധിക്കും. കുറച്ച് പയറൊക്കെ ഉടഞ്ഞിട്ടുമുണ്ട്, എന്നാൽ കുറച്ചൊക്കെ ഉടയാതെയുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഉരുളകളാക്കി എടുക്കാം. ഇപ്പോൾ ഈ പയർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. സുഖിയൻ ഏത് വലുപ്പത്തിൽ വേണോ അതനുസരിച്ചിട്ടുള്ള ഉരുളകളാക്കി എടുക്കുക. ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ലാത്ത ഒരു മീഡിയം സൈസിലാണ് ഞാനിപ്പോൾ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. ഞാൻ ഒരെണ്ണം കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത് മുഴുവനും ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദാമാവ് എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. കട്ടയൊന്നുമില്ലാതെ ഒരുപാട് തിക്കും അല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ വേണം ബാറ്റർ തയ്യാറാക്കാൻ. ഇപ്പോൾ ഞാൻ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഇരിക്കാൻ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ ഇത് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ബാറ്ററിൽ മുക്കിയിട്ട് ഓരോ ഉരുളകളായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പം ഞാൻ ഇതിലേക്ക് 4 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിനുള്ളിൽ വെച്ചിരിക്കുന്ന പയറൊക്കെ ഓൾറെഡി കുക്ക്ഡ് ആണ്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇപ്പം ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡും റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ സുഖിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്നും കോരി മാറ്റുവാണ്. നമ്മുടെ സുഖിയൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്